ദേവി ഇത് എന്തെങ്കിലും ഒന്ന് പറ. ഇവിടെ എന്താ സംഭവിക്കുന്നേ? ഞാനിപ്പം നിന്റെ കൂടെ ജീവിക്കുന്നേ. നമ്മുടെ ഈ ബന്ധം എല്ലാവരും അറിഞ്ഞു. എന്റെ മോളെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അവള് വരുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? അതുമാത്രമല്ല, കല്യാണത്തിനെ പറ്റി ഒന്നും പറയുന്നില്ല. നിന്റെ വാക്ക് കേട്ടിട്ട് അവരെല്ലാം വിട്ടിട്ട് ഞാനിപ്പോ നിന്റെ കൂടെ ജീവിക്കുന്നേ. നിന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. നീ ഒരു നല്ലവനാണെന്ന് കരുതി. പക്ഷെ നീ എന്നെ പറ്റിക്കുക. വ്യക്തമായിട്ട് പറ, എന്താ വേണ്ടേ? നിനക്ക് എന്ത് വേണം? എന്റെ ശരീരമല്ലേ നിനക്ക് വേണ്ടത്? അതിനുവേണ്ടിയല്ലേ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്? ഇപ്പൊ നിനക്ക് വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ? പറ. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അങ്ങനെയല്ല, ആദ്യം ഞാൻ തെറ്റായിട്ട് എടുത്തത്. എന്റെ ഭർത്താവ് ശരിയല്ലെന്ന് ഞാൻ കരുതി. ഇപ്പൊ മനസ്സിലായി. താങ്ക് യു. എന്റെ ഭർത്താവിനെ പറ്റി മനസ്സിലാക്കി തന്നതിന് നന്ദി. ആ നല്ല മനുഷ്യനെ വിട്ടിട്ട് നിന്റെ കൂടെ വന്നില്ലേ, അതിനെന്നെ ചെരുപ്പ് കൊണ്ടടിക്കണം. നിന്നെപ്പറ്റി സ്വപ്നം കണ്ടു കുറെ അധികം. അത് ചെയ്യാ ഇത് ചെയ്യാന്ന് പറഞ്ഞ് എന്നെ മോഹിപ്പിച്ചു. എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ വന്നു. പക്ഷെ നീ ഒന്നും തന്നെ ചെയ്തില്ല. നന്നായിട്ട് നോക്കാന്ന് പറഞ്ഞു, സന്തോഷത്തോടെ വെക്കാന്ന് പറഞ്ഞു. കള്ളം. നീ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. ഞാനേ എന്റെ സന്തോഷം മാത്രം അന്വേഷിച്ചു. അവസാനം അതിങ്ങനെയായി തീർന്നു. സത്യമാ പറഞ്ഞത്. അതെ, യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നതിന് നന്ദി. ഇപ്പൊ ഞാൻ തിരിച്ചെന്റെ കുടുംബത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് എന്റെ മോള് വേണം. എന്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ കഷ്ടപ്പെട്ടാലും എന്റെ ഭർത്താവിനോട് സന്തോഷത്തോടെ ജീവിച്ച, ഒരല്ലലും ഇല്ലാതെ. ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചു. വലിയ ചതിയാണ് ചെയ്തത്. നോക്ക്, ഇതിനു ശേഷം നീ എന്റെ വീട്ടിൽ വന്ന് എന്നോട് സംസാരിക്കാമെന്ന് കരുതരുത്. വേണ്ട, നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട. നിനക്ക് വേണ്ടി എന്റെ ഭർത്താവിനെയും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് വന്നവളാ ഞാൻ. ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട. വീടടാ. നീ തെറ്റാ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് എന്റെ വീട്ടിലേക്ക് പോണം. പിന്നൊരു കാര്യം, ഇനി മേലെ നിന്നെ കാണരുത്. എനിക്കൊന്നും കേൾക്കണ്ട. നീ പറയുന്നൊന്നും വിശ്വസിക്കാനും പോകുന്നില്ല. എന്നെ വീട്, ഞാൻ പോവാ. പോകരുത്.